അഡ്വക്കേറ്റ് സേനാപതി വേണു, രാഷ്ട്രീയ പ്രേരിതം എന്ന് ആവർത്തിക്കുകയാണ്. ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രതികാരമാണ് സർക്കാർ തന്നോട് ചെയ്യുന്നത് എന്നാണ് മാത്യു കുഴൽനാടൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. പക്ഷേ വിജിലൻസിൻ്റെ റിപ്പോർട്ട്, റവന്യൂ പരിശോധനാ റിപ്പോർട്ട്, ഇതിലെല്ലാം അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിലുള്ള തെളിവുകൾ സഹിതമാണ് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിരിക്കുന്നത്. അതിന്മേലാണ് സർക്കാരിൻ്റെ നടപടി ഉണ്ടാകാൻ പോകുന്നത്. നോക്കൂ, ഇന്ന് അദ്ദേഹം ഡിഫൻസായി പറഞ്ഞു വെക്കുന്നത് ഈ പുറമ്പോക്ക് ഭൂമി കയ്യേറിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ മതിൽ പുതുക്കി പണിഞ്ഞ കാര്യം, അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കരിങ്കൽ കെട്ട് ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുന്നു. മറ്റൊന്ന്, റോഡിനപ്പുറത്ത് ഭൂമിയില്ല. ഈ കെട്ടിടം എന്ന് പറയുന്നത് പഴക്കം ചെന്ന ഒരു കെട്ടിടമാണ്, ഈ 1000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മുഖവിലക്കെടുത്തില്ല, രജിസ്ട്രേഷൻ സമയത്ത് മുഖവിലക്കെടുത്തില്ല. പക്ഷേ റവന്യൂവിൻ്റെ പരിശോധനയിൽ വളരെ കൃത്യമായി അത് പുതിയ കെട്ടിടമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ MLA മുന്നോട്ട് വെച്ച എല്ലാ ഡിഫൻസും, അതായത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം നൽകിയത് മുതൽ ഇന്ന് വരെയുള്ള സംഭവങ്ങളിൽ MLA ഉയർത്തിയ എല്ലാ ഡിഫൻസും പൊളിഞ്ഞു വീഴുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക? നിലിമ, ശ്രീ അരുണിന് കൊടുത്ത പോലെ സമയം എനിക്കും തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. താങ്കൾക്ക് കൂടുതൽ സമയം തരും തീർച്ചയായിട്ടും. ഒന്ന്, ഒരു അഭിഭാഷകനായ ശ്രീ അരുൺകുമാർ, രണ്ട്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജയചന്ദ്രൻ സാറും, ഞങ്ങളൊക്കെ എന്താ പറയുക, വളരെ ദീർഘമായി എനിക്ക് അദ്ദേഹത്തെ പരിചയമുള്ള ആളുമാണ്. ശ്രീ അരുൺ വളരെ ചെറുപ്പക്കാരനായ ഡൈനമിക്കായ ഒരു അഭിഭാഷകനുമാണ്. ഞാൻ ആദ്യം നീലിമ ഒരു 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 കൗതുകത്തോടു കൂടി നിങ്ങളൊരു കാര്യം ചോദിക്കുന്നു. അപ്പൊ ചിന്നക്കനാലിൽ ഒരാൾ ഭൂമി മേടിച്ചു എന്ന് കരുതുക. ഇതെന്നാ മേടിക്കുന്നത്? 2020 മേടിക്കുന്നത്, 2021 രജിസ്ട്രേഷൻ നടക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇങ്ങനെ ഈ 1/2 ഏക്കർ കയ്യേറാനായിട്ട് അങ്ങനെ ഭൂമി ഇങ്ങനെ വെറുതെ കിടക്കുക എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ സ്ഥലം കിടക്കുന്നത് പോലെ. ചിന്നക്കനാൽ ഒരു ഗ്രാമപഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ 13 വാർഡുകൾ. അതിൽ ഞങ്ങൾക്ക് കോൺഗ്രസിന് 6 വാർഡ്, CPM-ന് 2, CPI-ക്ക് 5, 4 പ്ലസ് ഒരു സ്വതന്ത്ര 5. അപ്പോൾ ഇപ്പോൾ 5ഉം 2ഉം 7ഉം ഉള്ള ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. മുമ്പ് ഞങ്ങളായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലെ 6ാം വാർഡിൽപ്പെട്ട സ്ഥലമാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇത് അവിടെ ശ്രീദേവി അമ്പുരാജ് എന്ന് പറയുന്ന CPI-യുടെ മെമ്പറാണ്. ഇപ്പൊ CPI-യുടെ ഭരണമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. ശ്രീകുമാർ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരാള് ഒരു സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ ഒരു 1/2 ഏക്കർ സ്ഥലം ഇങ്ങ് വെട്ടിപ്പിടിക്കാനായിട്ട് പഴയ ഉണ്ണിയാർച്ചയുടെയും ആരോമൽ ശേഖറുടെയും ഒക്കെ പോലെ സ്ഥലം അവിടെ കിടക്കുകയാണെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? ഞാൻ അരുൺകുമാറിനോടും ജയചന്ദ്രൻ സാറ് സംസാരിച്ചിട്ടില്ല. വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി നിങ്ങളൊന്ന് വന്ന് ഈ സ്ഥലം ഒന്ന് കാണും. ഞാൻ ഈ സ്ഥലം നിരന്തരമായിട്ടൊരു 40 കൊല്ലമായിട്ട് എനിക്ക് കണ്ട് പരിചയമുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഈ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ വരുന്നത് 2020. അന്ന് അദ്ദേഹം MLA അല്ല, 2021 അദ്ദേഹത്തിന് സീറ്റ് കിട്ടി MLA ആകുന്നത്. ഈ 20 അദ്ദേഹം ഭൂമി വാങ്ങുകയും 21 അദ്ദേഹം അതിന്റെ രജിസ്ട്രേഷൻ നടത്തുകയും ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്നത്, നീലിമ, ഈ കേരളത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഒരാളൊരു ഭൂമി മേടിച്ചിട്ട് 1/2 ഏക്കർ സ്ഥലം, സർക്കാരിന്റെ സ്ഥലം കയ്യേറാനായിട്ട് ഇതെങ്ങനെയാ? സർക്കാരിന്റെ സ്ഥലം ഇങ്ങനെ ഒരളവും തൂക്കവും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണോ? ഇനി വല്ലതും നാളികേരം കൂട്ടിയിരിക്കുന്നതാണ് നമുക്ക് ഓർമ്മ എടുത്ത് മടിയിൽ വെക്കാം. അതല്ല എങ്കിൽ ഏതെങ്കിലും പച്ചക്കറിയോ വാഴക്കയോ ആണെങ്കിൽ അതിന്റെ അകത്തുനിന്ന് ഒരെണ്ണം 1/2 ഏക്കർ സ്ഥലം. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചിന്നക്കനാലിൽ ഈ സ്ഥലത്തിന്റെ 3 സൈഡും എനിക്ക് നേരിട്ട് അറിയാവുന്ന സ്ഥലമായതുകൊണ്ടാണ് 3 സൈഡും, അതായത് കിഴക്ക്, തെക്ക്, അതുപോലെ തന്നെ വടക്ക്, ഈ 3 സൈഡുകളിലും മറ്റേ ഇവരുടെ ആരുടെയാണ്, RP ഗോയങ്ക ഗ്രൂപ്പിന്റെയും അതുപോലെ തന്നെ കണ്ണൻ ദേവിന്റെയും തേയിലത്തോട്ടങ്ങളാണ്. ഈ 3 സൈഡിലും തേയിലത്തോട്ടങ്ങൾ. തേയിലത്തോട്ടം എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, 100-150 വർഷത്തിന് മുമ്പ് തുടങ്ങിയ തേയിലത്തോട്ടം. ഇത് 3 സൈഡിലും ഈ തേയിലത്തോട്ടവും തേയിലയും ഈ സ്ഥലവുമായിട്ട് വേർതിരിഞ്ഞ് കിടക്കുന്നു. പിന്നെ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വടക്കുന്ന് തെക്ക് കിഴക്കായിട്ട് വളരെ കിഴക്കാൻ തൂക്കായിട്ട് കിടക്കുകയാണ്. മുകളിൽ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് താഴെ ഭാഗം റോഡിനോട് ചേർന്ന ഭാഗം. ഒരു 2-3 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ മണ്ണിടിച്ചില് ഇതിന്റെ എന്താ പറഞ്ഞ അടിഭാഗം വളരെ അപകടകരമായ ഒരു 15 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഒരു കോൺക്രീറ്റ് കെട്ട് നടത്താതെ വന്നു കഴിഞ്ഞാൽ മുകളിലിരിക്കുന്ന കെട്ടിടത്തിന് ഭീഷണി ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഈ കെട്ട്, അതായത് റോഡിനോട് ചേർന്നുള്ള ഈ കൽക്കെട്ട് കെട്ടിയിരിക്കുന്നത്. അവിടെ ഞാനിപ്പോ പറയുന്നു, CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാര്
അവിടെ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ അരുൺ അത് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. വിളിച്ചൊന്ന് ചോദിക്കണം അവരോട്, ഇത് എവിടെയാണ് ഈ ഭൂമി, ഈ ഭൂമിയുടെ പശ്ചാത്തലം എന്താണ്. ഞാൻ പറയുന്നത് അവിടെ ഇനി അതുകൂടാതെ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ചിന്നക്കനാലിൽ പഴയ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിന് ശേഷമായ ഒരു ഭൂസേന തന്നെ പ്രവർത്തിക്കുന്നു. അവിടെ ഈ പറയുന്ന സ്ഥലത്തിന്റെ 3 ഭാഗവും, ഒന്ന് HML ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെയും അതുപോലെ തന്നെ ടാറ്റ ജിയുടെയും കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് ഈ 3 അതിർത്തികളും അവരുടെ തേയിലത്തോട്ടവും, അപ്പുറത്തെ അതിർത്തി എന്ന് പറയുന്നത് ഹാരിസൺ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നതും അത് അവിടുത്തെ തടിയുടെ സംരക്ഷണം വനപാലകരുടെ കയ്യിലുള്ളതും അവിടെ ഭൂസംരക്ഷണ സേനയുമുണ്ട്. 1 ഇഞ്ച് ഭൂമി അവിടെ എവിടെയെങ്കിലും കയ്യേറി കഴിഞ്ഞാൽ അപ്പോഴേ തന്നെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കേരളത്തിലെ ഒരു വിഷയമല്ലേ ചർച്ച ചെയ്യുന്നത്. ഒരാൾ 1/2 ഏക്കർ ഭൂമി വെറുതെ അങ്ങ് കയ്യേറാനായിട്ട് ഇത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് വന്നിട്ട് ഞാനൊരു വര വരച്ചിട്ട് ഇത് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതാണ്. വലിയ കൗതുകത്തോടു കൂടിയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അങ്ങ് ഉന്നയിച്ചത്. അരുൺകുമാർ ഇക്കാര്യത്തിൽ ഒന്ന് പരാമർശിച്ചു പോയതിനു ശേഷം നമുക്ക് ചർച്ച തുടരാം. നീലിമ എന്നെ ഒന്ന് പൂർണ്ണമായി എന്റെ വാദം ഞാൻ പറഞ്ഞത് തീർന്നില്ലെന്നേ, ഞാൻ പറഞ്ഞത് തീർന്നിട്ടില്ല. അല്ല നീലിമ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കുക. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അതെ, 50 ഏക്കർ ഭൂമി ഇവിടെ കേരളത്തിൽ എവിടെ കിടക്കുന്നു? യെസ്, അത് ഒന്നാമത്തെ പോയിന്റ്. അല്ല 50 ഏക്കർ അല്ലേ, 1/2 ഏക്കർ ഭൂമി ഒരു പഞ്ചായത്തോ റവന്യൂ ഇവരാരും അറിയാതെ വന്ന് ഒരാൾക്ക് അങ്ങനെ വളച്ചത്. ഇത് 25 കൊല്ലം മുമ്പ് സംഭവിച്ചതല്ല, 2020 സംഭവിച്ചതാണ്. ഞാൻ പറയുന്നു CPM ആണ് ഇപ്പൊ ആ പഞ്ചായത്ത് ഭരിക്കുന്നത്. CPM ഉം CPI ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. അവർക്കിത് അന്വേഷിച്ച് നോക്കാൻ വരെ അങ്ങ് പറഞ്ഞു എന്താ പറഞ്ഞ പഞ്ചായത്ത് ഭരണത്തെ സ്വാധീനിച്ചുകൊണ്ട്. ഇപ്പൊ അവിടെ ഭരിക്കുന്നത് CPIയുടെ പഞ്ചായത്ത് മെമ്പറാണ്, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് ശ്രീകുമാർ എന്നാണ്. അവിടെ മാത്യു കുഴൽനാടൻ ഒരു നിർമ്മിതി നടത്തിയില്ല. തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഈ പഞ്ചായത്ത് രജിസ്ട്രേഷൻ നടക്കുന്ന ഈ ഭൂമി രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത്. 6 മാസം പോലും ആയില്ല. ഞാന് ഇപ്പോഴത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പ്രസന്റിലി ആ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീകുമാറാണ്. 6 മാസം ആയില്ല LDF ഗവൺമെന്റ് വന്നിട്ട്, LDF പഞ്ചായത്ത് വന്നിട്ട്. അല്ല ആയിക്കോട്ടെ, ഒരു ദിവസമേ ആയുള്ളെങ്കിലും UDFന്റെ പഞ്ചായത്ത് ഭരണസമിതി തെറ്റായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരുത്താമല്ലോ. ഇനി ഒരു കാര്യം കൂടി ഞാൻ അരുൺകുമാറിനെ ഓർമ്മപ്പെടുത്തുന്നു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് രൂപം കൊണ്ടിട്ട് 50 വർഷമായി. കോൺഗ്രസ് അവിടെ ആകെ ഭരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് 2000 മുതൽ 2005 വരെയും 2020 മുതൽ 2021 തീരുന്നത് വരെയുള്ള 17 മാസക്കാലവും. അതിനുശേഷം ആദ്യത്തെ പഞ്ചായത്ത് 2000 മുതൽ 2005 വരെയും, പിന്നെ ഞങ്ങൾ ഈ പഞ്ചായത്ത് ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ 2020 മുതൽ 2021 വരെയുള്ള അതിലെ 17 മാസക്കാലമാണ്. ബാക്കി കാലഘട്ടത്തിലെല്ലാം ഈ പഞ്ചായത്ത് ഭരിച്ചത് CPM ഉം CPI യും ചേർന്നാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിവാദ കെട്ടിടം നിർമ്മിച്ചത് CPM ഭരിക്കുന്ന കാലത്ത്. ഈ പറഞ്ഞ വിവാദ കെട്ടിടം നിർമ്മിക്കാൻ ആദ്യം തുടങ്ങുന്നത് ജെയ്മോൻ എന്ന് പറയുന്ന തിരുവനന്തപുരംകാരൻ. അതിനുശേഷം അൽഫോൻസ് കപ്പിത്താൻ എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തു. അയാളിൽ നിന്ന് മാത്യു കുഴൽനാടൻ വിലയ്ക്ക് വാങ്ങി. ആ വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്തിൽ നിന്ന് അങ്ങ് ചോദിച്ചൊരു ചോദ്യം ശരിയാണ്, അളന്നു നോക്കാതെയാണോ? ആ ഭൂമിയും അതിന്റെ അതായത് 3 ഭാഗവും തേയിലത്തോട്ടവും, ഒരു ഭാഗത്ത് റോഡും, ആ റോഡിനോട് ചേർന്നുകൊണ്ട് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിന്റെ തേയിലത്തോട്ടവും സ്ഥിതി ചെയ്യുന്നതിന്റെ നടുക്കുള്ള ഭൂമി 1/24 ഉണ്ട് എന്ന് പറഞ്ഞത് മേടിച്ചു. അളന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അത് ഇപ്പോഴല്ല, ഒരു 25 കൊല്ലം മുമ്പ് മുതൽ കൈവശം വെച്ച് വരുന്നതും ആ കൈവശത്തിന് തുടർച്ചയായി ഇദ്ദേഹം വാങ്ങിച്ചതുമായിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞോട്ടെ. ഈ ഭൂമി കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ലാത്തതും അവിടെ റിസോർട്ട് പണിയാൻ പാടില്ലാത്തതുമാണെങ്കിൽ ഇതിന് അനുമതി കൊടുത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതി ഉണ്ട്. ആ പഞ്ചായത്ത് ഭരണസമിതി എന്തേ ശ്രദ്ധിക്കാത്തത്? ചിന്നക്കനാലിൽ CPMന്റെ സർവീസ് സഹകരണ ബാങ്ക് ഇരിക്കുന്നത് ഇതേ സ്റ്റാറ്റസിലുള്ള ഭൂമിയിലാണ്. അവരവിടെ റിസോർട്ട് നടത്തുന്നു. ശരി സേനാപതി വേണു,